ഞാനൊരു സംശയിച്ചോട്ടെ, ഒരു പൊതുമാധ്യമത്തിൽ ഞാൻ രാജിവെക്കുന്നു, ഞാൻ ഇവിടുന്ന് പോകുന്നു എന്ന് പറയുകയും ഇത് തരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു സംഘടന എന്തായിരിക്കും ചെയ്യേണ്ടുന്നത്? സംഘടന പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വരെ നിങ്ങളും ധരിച്ചിരുന്ന എന്താണ്? ശ്വേത രാജിവെച്ച് പോയിട്ടാണ്. ശ്വേത രാജിക്കത്ത് കൊടുക്കാത്തത് ശ്വേതയുടെ കുഴപ്പമാണ്. കാരണം ശ്വേത പ്രഖ്യാപിച്ച രാജി കൊടുക്കേണ്ടത് മാധ്യമങ്ങളിലോട് ജനങ്ങളും പോയി പ്രഖ്യാപിച്ച രാജി കൊടുക്കേണ്ടത് ശ്വേതയാണ്. ഞങ്ങളുടെ ഞാനും എന്റെ കമ്മിറ്റിയും പിരിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. കമ്മിറ്റി രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ 100-300 പേരും ഇത്രയധികം ഡേ ടു ഡേ ആക്ഷൻസ് ഉള്ള ഒരു സംഘടന ഒരു ദിവസം കൊണ്ട് ഇനി ഇത് എന്തെങ്കിലും ഒരു മാസം കഴിഞ്ഞ് രാജി തരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞാൽ ഈ രാജി കിട്ടുമായിരിക്കും എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിർത്താൻ പറ്റില്ലല്ലോ. പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് അതുകൊണ്ടാണ് ഈ അഡ്വോക്ക് കമ്മിറ്റി എന്നുള്ള ടേം, ആ വാക്ക് നിങ്ങൾ സ്പെഷ്യൽ കമ്മിറ്റി എന്നോ അഡ്വോക്ക് കമ്മിറ്റി എന്നോ ഒരു താൽക്കാലിക സംഘമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഈ സംഘടനയെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയോ തുടർന്നുള്ള ആക്ഷനുകളിലോ നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തത്തിന് പുറത്തുള്ള അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും. പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ചെക്കിൽ ഒപ്പിടുന്നത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററാണ്. പക്ഷേ ഒരു 3 പേരും ട്രഷറർ ഇന്ത്യയിൽ അദ്ദേഹം വേണ്ടാന്ന് വെച്ച് പോയി. അദ്ദേഹം ആദ്യമേ പറഞ്ഞില്ല, അദ്ദേഹം സഹകരിപ്പിക്കുന്നില്ല. ഈ സഭയിൽ വന്നപ്പോൾ തന്നെ ഭൂരിപക്ഷത്തോടെ ഇത് അക്കൗണ്ട്സ് തള്ളി. കാരണം അക്കൗണ്ട്സ് പ്രോപ്പർ അല്ല എന്ന് മാത്രമല്ല, അക്കൗണ്ട്സിൽ 3 പേര് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ പറഞ്ഞു ഞാനിതിൽ ഒപ്പിട്ടിട്ടില്ല, ഞാനിതിന് ഉത്തരവാദിയല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തതോടുകൂടി ഈ അംഗങ്ങൾ അക്കൗണ്ട്സ് തള്ളി. അപ്പോൾ അക്കൗണ്ട്സ് തള്ളിയപ്പോൾ തന്നെ ഓഡിറ്ററും പറഞ്ഞ് ഞങ്ങൾ അക്കൗണ്ട്സ് കറക്റ്റ് അല്ല, പൂർണ്ണമല്ല സമ്മതിച്ചു അവിടെ വെച്ച് ജനറൽ ബോഡി. അപ്പോൾ തന്നെ അതിൻ്റെ ആ സംഘടന ഭൂരിപക്ഷം പോയി. ഭൂരിപക്ഷം പോയതിന് ശേഷം ഒരു അവിശ്വാസ പ്രമേയം വന്നു. അത് ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പേ പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾ രാജിവെച്ച് 140ഓളം ആളുകൾ ഒപ്പിട്ട് അവിശ്വാസ പ്രമേയം അവിടെ കൊണ്ടുവരാൻ. ഈ അവിശ്വാസ പ്രമേയം വരുന്നതിന് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ രാജിവെച്ചിരിക്കുന്നു, ഞങ്ങൾ ഒഴിയുന്നു എന്ന് പറഞ്ഞിറങ്ങി പുറത്ത് വന്ന് നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അതാണ് ഞങ്ങളെല്ലാവരും കുക്കു പരമേശ്വരൻ ഇന്ന് സംസാരിക്കുന്നവരെ ഞങ്ങളെല്ലാവരും ശ്രീമതി മല്ലിക സുമാരൻ രാജി കൊടുത്തു എന്ന് പത്രക്കാരോട് പറഞ്ഞു. അതേപോലെ അവർ കൊടുത്തു. ഭരണസമിതിയുണ്ട്. ഏതൊരു സൊസൈറ്റിയിലും ഒരു കാര്യം പറയാം, അടിസ്ഥാനപരമായി എടുക്കുന്ന അന്തിമ തീരുമാനം ജനറൽ ബോഡിയുടേതാണ്. ജനറൽ ബോഡിയുടെ തീരുമാനത്തെ നിരസിക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയത്തില്ല. എന്ത് തന്നെ ബൈലോയിലുണ്ടെങ്കിലും എന്തൊക്കെ ബൈലോയിൽ പറഞ്ഞാലും ശരി തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജനറൽ ബോഡി എടുക്കുന്ന ഏത് തീരുമാനം, അത് ഏത് കാര്യം, ഈ കെട്ടിടം അങ്ങ് വിറ്റേക്കാം അല്ലെങ്കിൽ പൊളിച്ചു വയ്ക്കാം എന്ന് ജനറൽ ബോഡിക്ക് തീരുമാനിക്കാം. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ ഒരു വ്യക്തിക്കോ തീരുമാനിക്കാം, ഒരു ഭാരവാഹിക്ക് തീരുമാനിക്കുന്നത്. പക്ഷേ ജനറൽ ബോഡിക്ക് എന്ത് തരം തീരുമാനങ്ങളും എടുക്കാൻ അധികാരമുണ്ട്. ആ ജനറൽ ബോഡി കൂടിയിരിക്കുമ്പോൾ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വിട്ടൊരു ജനറൽ ബോഡിയിലാണ് ഈ സംഭവം